പുതുവത്സരാഘോഷങ്ങൾക്ക് സർക്കാരിന്റെ പ്രത്യേക ഇളവ്. സംസ്ഥാനത്ത് ബാറുകൾ നാളെ രാത്രി 12 മണി വരെ പ്രവർത്തിക്കും. പ്രത്യേക ഇളവ് നൽകി സർക്കാർ ഉത്തരവിറക്കി. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇതിപ്പോൾ ആദ്യമായാണെന്ന് തോന്നുന്നു അല്ലേ ഈ ബാറിന്റെ പ്രവർത്തന സമയം കൂട്ടുന്നത്, അതും ഒരു പുതുവത്സര ദിനത്തിൽ? എന്താണ് സർക്കാർ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? അരുൺ, കേൾക്കാമോ? രഞ്ജിത്ത്, ആദ്യമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാനായി ബാറുകൾക്കും അതുപോലെ ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും പ്രവർത്തന സമയം ദീർഘിപ്പിച്ച് നൽകുന്നത്. നാളെ ന്യൂ ഇയർ ഈവാണ്. 31-ാം തീയതി രാത്രി 12 മണി വരെ ബാറുകൾ, സംസ്ഥാനത്തെ ബാറുകളും ബിയർ ആൻഡ് വൈൻ പാർലറുകളും തുറന്ന് പ്രവർത്തിക്കും. എന്നാൽ KCB ബിവറേജ് കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡിൻ്റെയോ ഔട്ട്ലെറ്റുകൾക്ക് ഇളവില്ല. ബാറുകൾക്കും അതുപോലെ തന്നെ ബിയർ ആൻഡ് വൈൻ പാർലർക്ക് മാത്രമാണ് പ്രത്യേക ഇളവ്. ഇത് സംബന്ധിച്ച ഉത്തരവ് അല്പസമയം മുമ്പ് സർക്കാർ പുറത്തിറക്കി. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി തിരക്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. രാത്രി 12 വരെ സംസ്ഥാനത്തെ ബാറുകൾക്കും അതുപോലെ ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും തുറന്ന് പ്രവർത്തിക്കാം. ആദ്യമാണ് ഇത്തരമൊരു ഇളവ് സർക്കാർ നൽകുന്നത്. സാധാരണഗതിയിൽ രാവിലെ 10 മുതൽ രാത്രി 11 മണി വരെയാണ് സംസ്ഥാനത്തെ ബാറുകളുടെയും ബിയർ ആൻഡ് വൈൻ പാർലറുകളുടെയും പ്രവർത്തന സമയം സർക്കാർ എക്സൈസ് പോളിസി പ്രകാരം അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഒരു ദിവസത്തേക്ക് ഇളവ് നൽകുകയാണ്. കാരണം നമുക്കറിയാം, എല്ലായിടത്തും വലിയ ആഘോഷങ്ങളും DJ പാർട്ടികളുമൊക്കെ പ്രധാനപ്പെട്ട ബാറുകളിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ആളുകൾ പൊതുവിൽ ബാറുകളിലേക്ക് എത്തുന്നത് കൂടുതലാണ്. വലിയ കച്ചവടവും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ ബാറുകൾക്ക് ഇത്തരമൊരു ഇളവ് നൽകുന്നത്. നാളെ രാവിലെ 10 മണിക്ക് തുറക്കുന്ന ബാറുകൾ രാത്രി 12 മണി വരെ പ്രവർത്തിക്കും. ബാറുകൾ മാത്രമല്ല, ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും ഈ ഇളവുണ്ടാകും. എല്ലാ പ്രധാനപ്പെട്ട ബാർ ഹോട്ടലുകളിലും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുണ്ട്. സ്വാഭാവികമായും അത് 12 മണി വരെയാണ് ഈ ആഘോഷങ്ങൾ നീണ്ടുപോകുന്നത്. 12 മണിക്ക് പുതുവത്സര പിറവിയോടുകൂടിയാണ് ആഘോഷങ്ങൾ അവസാനിപ്പിക്കാറുള്ളത്. പക്ഷേ നേരത്തെയൊക്കെ ഈ ബാറുകൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയാതെ ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് ആ സമയത്തേക്ക് 12 മണി എന്ന പുതുവത്സര പിറവിയിൽ ബാറുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതിനും 11 മണിക്ക് തന്നെ അടയ്ക്കണം നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ നാളെ അതിന് ഇളവ് നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരമൊരു പ്രത്യേക ഉത്തരവ് ഇറക്കുന്നത്. ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സമയ ക്രമീകരണമുള്ളത്. നാളെ രാത്രി 12 മണി വരെ സംസ്ഥാനത്തെ ബാറുകളും ബിയർ ആൻഡ് വൈൻ പാർലറുകളും പ്രവർത്തിക്കും. അതായത് കോളടിച്ചിരിക്കുന്നത് അരുൺ ബാർ ഉടമകൾക്കാണ്. നമുക്കറിയാം, വലിയ കച്ചവടം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും, സംശയമില്ല. 12 മണി വരെയൊക്കെ ഒരുപാട് ആളുകൾ നിരത്തിലുള്ള സമയമാണ്. നിരവധി പരിപാടികളുണ്ട്. ഈ സർക്കാരിൻ്റെ മദ്യശാലകൾക്ക് ഈ ഇളവ് നൽകാതെ അല്ലെങ്കിൽ കൂടുതൽ സമയം പ്രവർത്തിക്കാതെ സ്വാഭാവികമായി ബാറുകൾക്ക് മാത്രം ഇളവ് നൽകുന്നത് വിമർശന വിധേയമാവുകയും ചെയ്യും, സംശയമില്ല. രണ്ട് തരത്തിൽ ആളുകൾ ഇതിനെ കാണുമെന്ന് ഉറപ്പാണ്. ഒന്ന്, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബാറുകൾക്ക് മാത്രം കൂടുതൽ പ്രവൃത്തി സമയം എന്നുള്ളത് സ്വാഭാവികമായും ബാർ ഉടമകളെ സഹായിക്കാനാണെന്ന ചോദ്യവും വിമർശനങ്ങളൊക്കെ ഉയർന്നു വരാം. സർക്കാരിൻ്റെ ഔട്ട്ലെറ്റുകൾക്ക് സാധാരണ പ്രവൃത്തി സമയവും ബാറുകൾക്ക് സർക്കാരിൻ്റെ KTDC ഉൾപ്പെടെയുള്ള ബിയർ വൈൻ പാർലറുകൾക്കൊക്കെ ഇതിൻ്റെ ഗുണം ലഭിക്കും. ബിയർ ആൻഡ് വൈൻ പാർലർക്കും അതുപോലെ തന്നെ മദ്യം വിൽക്കാൻ അനുമതിയുള്ള ബാറുകൾക്കും സർക്കാർ ഹോട്ടലുകളിലെ ബാറുകൾക്കും ഒക്കെ സമാനമായ ഇളവ് ലഭിക്കും. അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും ബാർ ഉടമകൾ, സ്വകാര്യ ബാർ ഉടമകൾ തന്നെയാണ് സംസ്ഥാനത്ത് കൂടുതലുള്ളത്. അവർക്ക് ഇതൊരു ലാഭം ഉണ്ടാക്കാനുള്ള അവസരം തന്നെയാണ്. മറിച്ച് ഈ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ ഉള്ളവർക്കും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അത്തരം ആവശ്യങ്ങളും സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. സ്വാഭാവികമായും അവർക്കും അതുപോലെ തന്നെ മദ്യപാനികൾക്ക് അല്ലെങ്കിൽ ഈ പുതുവത്സര ആഘോഷത്തിന് മദ്യ നിർബന്ധമുള്ളവർക്കും ബാറുകൾ പോകുന്നവർക്ക് സ്വാഭാവികമായും 11 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ കാരണം ബാറുകൾ അടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ ആവശ്യം കൂടി പരിഗണിക്കുന്നു. രണ്ട് തരത്തിലും ആളുകൾ ഇതിനെ കാണുമെന്ന് ഉറപ്പാണ്. ബാറുകൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള അവസരം തന്നെയാണ്. അത് സർക്കാർ ബാറുകൾക്കും അതുപോലെ തന്നെ ഈ സ്വകാര്യ മേഖലയിലെ ബാർ ഉടമകൾക്കൊക്കെ കൂടുതൽ പണമുണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ആഘോഷിക്കാനെത്തുന്നവർക്ക് മദ്യപിച്ച് തന്നെ ആഘോഷിക്കാൻ നിർബന്ധമുള്ളവർക്ക് അതിനുവേണ്ടി ബാറുകളിൽ എത്തുന്നവർക്കും ഇത് സന്തോഷം നൽകുന്ന വാർത്തയാണ്. അത് ക്രമസമാധാന പ്രശ്നങ്ങൾ സ്വാഭാവികമായും പലപ്പോഴും ഉണ്ടാകുന്നതാണ്. അതുകൂടി ഒരു കൺസേണായി പോലീസ് സ്വാഭാവികമായി കാണാറുമുണ്ട്. 11 മണിക്ക് ബാറുകൾ അടയ്ക്കുമ്പോൾ മദ്യപിച്ച ആളുകളൊക്കെ വീടുകളിലേക്ക് പോകുമെന്നൊരു ആശ്വാസം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ നാളെ അതുണ്ടാകില്ല. ബാറുകളിൽ എത്തുന്നവർക്ക് മദ്യപിച്ച വാഹനം ഓടിച്ചാൽ സ്വാഭാവികമായും പിടിവീഴും. അതിന് പകരം സംവിധാനങ്ങൾ അവർ തേടേണ്ടി വരും. പക്ഷേ ഈ 12 മണി വരെ ബാറുകൾ മദ്യപിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഇതൊരു മുന്നറിയിപ്പായി കൂടി അത്തരം ആളുകൾ കാണേണ്ടതുമുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ച പോലീസിൻ്റെ കർശന സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പരിശോധനകളൊക്കെ ഇന്ന് രാത്രി മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ അനുവദിക്കുന്ന കർശന നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ബാറുകളുടെ പ്രവൃത്തി സമയം ഒരു മണിക്കൂർ ദീർഘിപ്പിച്ച് തന്നെയാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അത് അല്പസമയത്തിനകം ഉത്തരവ് ലഭ്യമാകും. ഉത്തരവ് ഇതിനകം
സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ബാറുകൾക്കുമൊക്കെ സന്തോഷം നൽകുന്ന, ഈ മദ്യപിച്ചു തന്നെ പുതുവത്സരം ആഘോഷിക്കുന്നവർക്കും സന്തോഷം നൽകുന്ന വാർത്തയായി കൂടിയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും സംസ്ഥാനത്തെ ബാറുകൾ നാളെ 12 മണി വരെ, പുതുവത്സര ദിനമായ നാളെ 12 മണി വരെ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ആദ്യമായാണ് ബാറുകൾ ഇത്തരത്തിൽ 12 മണി വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത്. സർക്കാരിൻ്റെ മദ്യശാലകൾക്ക് ഈ ഇളവില്ല, പ്രവർത്തന സമയത്തിൽ വ്യത്യാസമില്ല. പക്ഷേ ബാർ ഉടമകൾക്ക് കോളടിച്ചിരിക്കുന്നു. നാളെ 12 മണി വരെ ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാം. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ള നിർണായക വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. അതേസമയം കേസിൽ ഡി മണിയെയും മണിയുടെ സഹായിയായ ബാലമുരുകനെയും പ്രത്യേക സംഘം ചോദ്യം ചെയ്യുകയാണ്. മണിയെയും പന്തളത്തെ പ്രവാസിയെയും തമ്മിൽ ബന്ധിപ്പിച്ച രാഷ്ട്രീയ ഇടനിലക്കാരൻ ആരാണെന്നതിലും അന്വേഷണ സംഘം ചോദിച്ചറിയുന്നുണ്ട്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, കടകംപള്ളിയിലേക്ക് അന്വേഷണം എപ്പോഴേക്ക് എത്തുമെന്നായിരുന്നുവല്ലോ കേരളം ചോദിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി ആയിരുന്നു. സ്വാഭാവികമായും ഈ മൊഴികളിൽ എവിടെയെങ്കിലുമൊക്കെ കടകംപള്ളിയുടെ പേരുണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് കടകംപള്ളിയെ ഇതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേക സംഘം? രഞ്ജിത്ത്, വളരെ വൈകിയാണെങ്കിലും ദേവസ്വം മന്ത്രിയിലേക്കടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം തുടക്കം തൊട്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഈ ഒരു ഗൂഢാലോചനയിലൊപ്പം തന്നെ ഈ ഒരു സാമ്പത്തിക തട്ടിപ്പിലും ഒപ്പം ഈ സ്വർണ്ണക്കൊള്ളയിലടക്കം കൃത്യമായി പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത് തിരിവെക്കുന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. കാരണം N. വിജയകുമാറും ഒപ്പം തന്നെ ശങ്കർദാസിനും ഇതിൽ പങ്കുണ്ട്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും ഇതിൽ പങ്കുണ്ട് എങ്കിൽ ദേവസ്വം മന്ത്രിക്കും ഇതിൽ പങ്കുണ്ടാവുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം ഈ ഒരു മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് അടക്കം വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. കാരണം ഇനിയും വൈകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ ആവശ്യമടക്കം നിലനിൽക്കുന്ന സമയത്ത് ഈ ഒരു അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്നും വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ വിശ്വാസത്തിലെടുക്കുക, അന്വേഷണം SITയുടെ കൈകളിൽ തന്നെ നിലനിർത്തുക എന്നൊരു നീക്കം, ആ ഒരു ആവശ്യം ശക്തമാണ്. ആ ഒരു ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ N. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ശങ്കർദാസിലേക്കും അന്വേഷണം നീങ്ങുന്നു. അടുത്ത നീക്കം ശങ്കർദാസിന്റെ അറസ്റ്റിലേക്കായിരിക്കും. ആ സമയത്താണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം, അതായത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ ഇവർക്കെല്ലാം പങ്കുണ്ട്, ഇവർക്കെല്ലാം ഇതിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വിവരങ്ങൾ, അതായത് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. പങ്ക് എത്രത്തോളമാണ്? N. വിജയകുമാറിന്റെ പങ്കുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങളടക്കം നമ്മൾ പങ്കുവച്ചിരുന്നു. മാനുവൽ അടക്കം തിരുത്തം വരുത്തി. അതായത് ഈ ഒരു സ്വർണം പൂശാനുള്ള, അതായത് ആദ്യം മാനുവലിലെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ ഈ ഒരു സ്വർണം അവിടെ നിന്ന് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നായിരുന്നു മാനുവലിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് തിരുത്തി, അതായത് മാനുവലിലടക്കം തിരുത്തി ഈ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് അവസരം ഒരുക്കി കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു. ഒപ്പം അതായത് ഈ രേഖകളിലടക്കം തിരിമറി നടത്തിയത് N. വിജയകുമാറും ശങ്കർദാസും അടക്കം അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കമുള്ളത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ ശങ്കർദാസിലേക്കും ഒപ്പം ഒരു ദേവസ്വം മന്ത്രിയിലേക്കടക്കം അന്വേഷണം നീങ്ങും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിനൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഡി മണിയെയും ബാലമുരുകനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 മണിയോട് കൂടിയാണ് ഡി മണി ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായത്. ഇപ്പോൾ S. വെങ്കടേഷ് അടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. ചോദ്യം ചെയ്യൽ നടപടികളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ നിന്ന് മാറുകയായിരുന്നു. ഇപ്പോഴും അവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ദിവസങ്ങളോളം വളരെ മന്ദഗതിയിൽ പോയ ഒരു അന്വേഷണം പിന്നീടും ഊർജ്ജസ്വലമായി കൊണ്ട്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കഴിഞ്ഞ തവണ ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ സാരംഗ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് ബിഗ് ഷോട്ട്സിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ണികളിലേക്ക്, ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡി മണിയിലും വ്യവസായിയിലും മറ്റും കേന്ദ്രീകരിച്ചിരുന്ന അന്വേഷണം ഇപ്പോൾ കുറച്ചുകൂടി വ്യത്യാസപ്പെടുന്ന സ്റ്റേജിലേക്ക് വരുന്നു. അതാണ് പ്രധാനം. ഇത് കടകംപള്ളി എന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു വഴി സ്വാഭാവികമാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകളിൽ ഏതെങ്കിലും ഒരു മൊഴി കടകംപള്ളിയുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ അതിലേക്ക് അന്വേഷണം പോകും, കടകംപള്ളി കുടുക്കിലേക്ക് നീങ്ങും.
തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഒരു ഹൈക്കോടതിയുടെ വിമർശനം നിലനിൽക്കുന്ന ആ ഒരു വിമർശനത്തിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വമ്പൻ സ്രാവുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ സ്രാവുകളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല, മാത്രമല്ല സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഈ കൊള്ള നടത്തിയിട്ടുള്ളത്. അത് വലിയൊരു ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം വലിയൊരു ജനത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു വിശ്വാസം തകർത്തുകൊണ്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ ചെയ്തത്. മതവികാരം അടക്കം വ്രണപ്പെടുത്തി എന്നുള്ള ഗുരുതരമായുള്ള ആരോപണങ്ങളായിരുന്നു ഹൈക്കോടതി നടത്തിയത്. അതിനുശേഷമാണ്, പക്ഷേ അതിലും ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഉടനടി എടുത്തു ചാടിക്കൊണ്ട് ഈ ഒരു മെമ്പറിലേക്കോ ഒരു ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്ക് അടക്കം ഇക്കാര്യത്തിലേക്ക് കടന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. വളരെ സമയമെടുത്ത് കൃത്യമായ വിവരങ്ങളടക്കം ശേഖരിച്ചു. ആ സമയത്താണ് ഡി മണിയുമായി ചേർന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിൽ അന്വേഷണം നടത്തി, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു കടകംപള്ളി സുരേന്ദ്രനെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൊഴിയോ വിവരമോ ലഭിച്ചാൽ അത് കൂടുതൽ ഈ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടുമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള മുതിർന്ന, അതായത് മുൻ മന്ത്രിയും CPM-ന്റെ തന്നെ വളരെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് കടക്കുന്നത് അതിനുള്ള ഒരു സാഹചര്യം അതായത് നിലവിലില്ലാതെ രീതി, അതായത് എല്ലാ തെളിവുകളും ലഭിച്ചതിന് ശേഷം മാത്രം അത്തരം കടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നൊരു തീരുമാനമായിരുന്നു SIT. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അത് കോടതിയിലേക്ക് എത്തുമ്പോൾ ജാമ്യമടക്കം ലഭിക്കും. കോടതിയിൽ കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചതുകൊണ്ട് മാത്രം ഉന്നതത്തിലേക്ക് എത്തുക, കൃത്യമായ തെളിവുകൾ ഹൈക്കോടതി മുൻപാകെ ഹാജരാക്കുക എന്നൊരു തീരുമാനത്തിലായിരുന്നു SIT. അത് ശരിവെച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും, അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമയത്ത് വളരെ മന്ദീഭവിച്ചിരുന്ന മെല്ലപ്പോക്കുണ്ടായിരുന്ന അന്വേഷണം വീണ്ടും ഉന്നതരിലേക്ക്, അതായത് യാതൊരുവിധ മടിയും കൂടാതെ ഉന്നതരിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നത്. ഈ ഒരു വിദേശ വ്യവസായി അടക്കം സ്ഥിരീകരിച്ചിരുന്നു ഡി മണി ഇയാൾ തന്നെയാണെന്ന്. അതായത് ഒരു ഭാഗത്ത് ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു, മറ്റൊരു ഭാഗത്ത് ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ചേർത്തുള്ള ബന്ധങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ വൈകാതെ തന്നെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായക വിവരങ്ങൾ വെളിപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കടകംപള്ളി സുരേന്ദ്രനും ചോദ്യമുനയിൽ ഉണ്ട്, SITയുടെ റഡാറിലുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. VV അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്ന കാര്യം ഇപ്പോൾ അത് ഏതാണ്ട് ആ തരത്തിൽ എത്തിക്കഴിഞ്ഞു. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുകയാണ്, ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ സ്വഭാവം എന്തായിരുന്നു? കടകംപള്ളിയുടെ വീട്ടിലെത്തിയാണോ ചോദ്യം ചെയ്തത്, അതോ അന്വേഷണ സംഘം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നോ? എന്തൊക്കെ വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു? കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് സംഘത്തിന് ആവശ്യമായ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിരിക്കുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായി കൂടി ഇതിനെ കാണണം. കാരണം കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു. അത്തരം ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമെന്നതിന് വിശേഷിപ്പിക്കാം. കടകംപള്ളിയിൽ നിന്ന് എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ കടകംപള്ളി കേസുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവുകളോ ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തണം, ഇതായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി BJP-യുടെയും കോൺഗ്രസിൻ്റെയും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ആവശ്യം. ആ ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന സമിതി അംഗത്തെ, നിലവിൽ MLA ആണ്, മുൻ മന്ത്രിയാണ്, അത്തരം ഒരാളെയാണ് ഈ കേസിൽ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലായി തന്നെ കാണണം. ഉന്നതങ്ങളിലേക്ക് അന്വേഷണം പോകണമെന്ന ആവശ്യമാണ് നേരത്തെ തന്നെ ഉയർന്നു വന്നത്. ആ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും ഉന്നതൻ, അതിൽ ഇതുവരെ ചോദ്യം ചെയ്തതിൽ ഏറ്റവും ഉന്നതൻ ആരെന്ന ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മറുപടി പറയേണ്ടി വരും. പക്ഷേ കടകംപള്ളി ഈ കേസുമായി ബന്ധിപ്പിക്കാനോ കടകംപള്ളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി തെറ്റായി നടത്തിയിട്ടുണ്ടോ എന്നോ കാര്യങ്ങൾ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഈ തട്ടിപ്പ് നടക്കുമ്പോൾ മന്ത്രിയായിരുന്നു. ദേവസ്വം ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയുടെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതുവരെയുള്ള CPM-ന്റെയും കടകംപള്ളിയുടെയും ഒക്കെ പ്രതിരോധം. പിന്നെ എന്തിനാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലാണ് മറുപടി ലഭിക്കേണ്ടത്. എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടിയിരുന്ന വിവരം? ഈ സ്വാഭാവികമായും പത്മകുമാറും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒക്കെ ഈ ഉത്തരവിൽ ഒപ്പിട്ട ആളുകളോ അല്ലെങ്കിൽ ഉത്തരവിന് വഴിവെച്ച ആളുകളോ ആണ്. കടകംപള്ളിക്ക് നേരിട്ട് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നത് വ്യക്തമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന ചോദ്യത്തിനാണ് ഉത്തരം വരേണ്ടത്. അവിടെയാണ് ഇതിൽ ഗൗരവം വർദ്ധിക്കുന്നത്. കടകംപള്ളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഒരുപക്ഷെ അന്വേഷണ സംഘം ചോദ്യത്തിൽ കടകംപള്ളിയോട് ചോദിച്ചിരിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് വരെ പ്രധാനപ്പെട്ട പദ്ധതികൾക്കും സ്പോൺസറായിരുന്നു. കടകംപള്ളിയുമൊത്ത് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അത് ഒരു സ്പോൺസർ എന്ന നിലയിൽ ദേവസ്വം ബോർഡിൽ വന്നയാൾ, അങ്ങനെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ വിശദീകരിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടോ, അല്ലെങ്കിൽ ഈ കേസിലെ മറ്റു പ്രതികൾക്ക് എന്തെങ്കിലും ബന്ധം കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ടോ?
ബന്ധമുണ്ടോ? സ്വാഭാവികമായും പത്മകുമാറിനും മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കുമൊക്കെ ആ ഒരു രാഷ്ട്രീയ ബന്ധവും അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും എന്ന ബന്ധമുണ്ടായിരിക്കാം. അതിനപ്പുറത്തേക്കുള്ള ബന്ധം ഏതെങ്കിലും തരത്തിലുണ്ടോ? കടകംപള്ളി സുരേന്ദ്രനെ പല കാര്യങ്ങളും അറിയാം. ഏത് വ്യവസായമാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യം കടകംപള്ളിക്ക് അറിയാം. കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നേരത്തെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. വി ഡി സതീശനെതിരെ നിയമ നടപടി കടകംപള്ളി തുടങ്ങിയിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ഒരു ബന്ധവും ഈ തട്ടിപ്പുമായി എനിക്കില്ല എന്ന് കടകംപള്ളി ആവർത്തിച്ച് പറഞ്ഞതാണ്. ഒരു ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡ് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യമില്ല. എന്നിട്ടും എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന CPM-ന്റെ സംസ്ഥാന സമിതി അംഗത്തെ CPM-ന്റെ മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ചോദ്യം. അതിന്റെ ഉത്തരമാണ് ഇനി ലഭിക്കേണ്ടത്. രഞ്ജിത്ത്, തീർച്ചയായും അതിലൊരു രാഷ്ട്രീയം കൂടി നമുക്ക് കാണണമല്ലോ അരുണ്. കാരണം നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള എത്രത്തോളം LDF-നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. 2 സംസ്ഥാന സമിതി അംഗങ്ങൾ അറസ്റ്റിലായപ്പോൾ തന്നെ സംസ്ഥാന പ്രധാനപ്പെട്ട നേതാക്കൾ അറസ്റ്റിലായപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നതുമാണ്. ഇപ്പോൾ വീടാന്തരം കയറിയുള്ള വിശദീകരണത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം പാർട്ടി തയ്യാറെടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസാണ്. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അന്വേഷണ സംഘത്തിന് സാധ്യമല്ല. പിന്നോട്ട് പോകാൻ സാധിക്കില്ല. തെളിവുകൾ സംസാരിച്ചാൽ സ്വാഭാവികമായും മന്ത്രിയിലേക്ക് എത്തേണ്ടി വരും. ഇങ്ങനെയൊരു ചോദ്യം ചെയ്യലും വിശദീകരിക്കേണ്ടി വരും പാർട്ടിക്ക്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ചോദ്യം ചെയ്തു? സ്വാഭാവികമായി ആരിതിൽ പ്രതിയാണോ അവരിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ട നിലപാടാണ് CPM സ്വീകരിച്ചത്. അത് കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. PS പ്രശാന്തിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതിന് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി ചോദ്യം ചെയ്തതിനൊപ്പം തന്നെയാണ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ അത് വ്യക്തമായിരുന്നു. PS പ്രശാന്തിലേക്ക് അന്വേഷണം എത്തും. സ്വാഭാവികമായും അവരുടെ കാലത്തും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടു. അതിൽ വീഴ്ചയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ സ്വാഭാവികമായും PS പ്രശാന്തിലേക്കും അന്വേഷണം പോകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇതിന് ഏതെങ്കിലും ക്രമവിരുദ്ധ ഇടപാടുകൾ ഈ PS പ്രശാന്തും കടകംപള്ളിയും ഒക്കെ നടത്തിയെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് ഭാഗികമായെങ്കിലും തിരിച്ചടി സമ്മതിക്കാതെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വരെ നിർബന്ധിതനായിരുന്നു. അതിലെ തിരിച്ചടി മറികടക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് CPM-ന്റെ തീരുമാനം. ഗൃഹസന്ദർശനം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നടത്താനിരിക്കുന്നു. അപ്പോഴാണ് CPM-ന്റെ സംസ്ഥാന സമിതി അംഗത്തെ പോലും ഇതിൽ ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. CPM നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തിരിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതൊക്കെ വലിയ തിരിച്ചടി CPM-ന് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. 1 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിൻ്റെ മുറിവുകളൊക്കെ ഉണക്കാനായിരുന്നു CPM ലക്ഷ്യമിട്ടത്. പക്ഷേ ആ മുറിവുകൾ ഉണങ്ങുകയല്ല. ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ, വാർത്തകൾ കൂടുതൽ ആ മുറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് എന്നതാണ് വസ്തുത. CPM നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുമ്പോഴും ഈ പ്രശ്നം നിലനിൽക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രന് എന്ത് പങ്കാണ് ഇതിലുള്ളത്? എന്തിന് കടകംപള്ളിയെ ചോദ്യം ചെയ്തു? കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മന്ത്രിമാർക്ക് ഇടപെടേണ്ട ഒരു കാര്യമില്ല. അത് വസ്തുതയാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് ചോദ്യ മുന എത്തുന്നു? എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിൻ്റെ കണ്ണുകൾ കടകംപള്ളിയിലേക്ക് എത്തുന്നു? PS പ്രശാന്തിലേക്ക് സ്വാഭാവികമായി എത്തിച്ചേരുമെന്ന് ഉറപ്പായിരുന്നു എന്നതിനൊക്കെ മറുപടി ഇനി CPM പറയേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യം ചെയ്യൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസ്ഥാന സമിതി യോഗത്തിൽ 2 ദിവസം പങ്കെടുത്തത്. അങ്ങനെ സ്വാഭാവികമായും കടകംപള്ളി ചോദ്യം ചെയ്ത വിവരം CPM നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നിരിക്കണം. CPM നേതൃത്വവുമായി ചർച്ച ചെയ്യാതെ സംസ്ഥാന സെക്രട്ടറി അറിയിക്കാതെ കടകംപള്ളി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇടയില്ല. അത് സംസ്ഥാന സെക്രട്ടറി ഇതിനകം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിവരം ഇന്ന് മാത്രമാണ് പുറത്തു വന്നത്. എന്ത് ചോദ്യങ്ങളാണ് കടകംപള്ളിയോട് ചോദിച്ചത്? കടകംപള്ളിയെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ അന്വേഷണം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ CPM-നും കൃത്യമായ വ്യക്തതയുണ്ടാകാം. ഏതായാലും CPM വീണ്ടും പ്രതിരോധത്തിലേക്ക് പോവുകയാണ് വിഷയത്തിൽ. സാഹചര്യം PS പ്രശാന്ത് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തൊട്ട് മുൻപിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് കൂടി ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു. ചോദ്യമുനയിലാണ് കടകംപള്ളിയും PS പ്രശാന്തും. ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഒരു പക്ഷേ സൂചന കിട്ടിക്കാണണം SITക്ക്. സ്വാഭാവികമായും അതുതന്നെയാണ് ഈ ചോദ്യം ചെയ്യലിലെ കാര്യങ്ങൾ വ്യക്തത വരുത്തുക എന്നതിലേക്ക്. നമുക്കറിയാം നിർണായക ഘട്ടത്തിലാണ് അന്വേഷണം എന്നത്. പുറത്തേക്ക് ഈ സ്വർണം മറ്റും കടത്തി എന്നതിൽ സൂചന ലഭിച്ചതിനെ തുടർന്ന് വ്യവസായി അടക്കം D മണി എന്ന് പറയുന്ന ഈ വ്യാപാരി അടക്കം അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇതിനിടയിലാണ് നിർണായകമായ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. സാരംഗ്, ഇപ്പോൾ PS പ്രശാന്തും ചോദ്യമുനയിലാണ്. ഈ ചോദ്യം ചെയ്തതിൻ്റെ ഒരു സ്വഭാവം വ്യക്തമായിട്ടുണ്ടോ? ഇനിയും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി ഇവരിൽ ലഭ്യമായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? സാരംഗ്,
രഞ്ജിത്ത്, വളരെ നിർണായകമായ വിവരമാണ്. ഇപ്പോൾ PS പ്രശാന്ത് അടക്കം ചോദ്യത്തിന് അതായത് ചോദ്യമുനയിൽ നിൽക്കുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു വളരെ രഹസ്യമായൊരു നീക്കമായിരുന്നു. കാരണം ഒരു പ്രത്യക്ഷത്തിൽ മറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം തന്നെ പത്മകുമാർ എന്നിവരിലേക്ക് അന്വേഷണ സംഘം എത്തിയത് വളരെ പൊതുവായി, അത് പബ്ലിക്കായിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വിവരങ്ങൾ അടക്കം പുറത്തേക്ക് വന്നു. പക്ഷേ ഈ ഒരു നീക്കം, അതായത് ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ള ഈ ഒരു നീക്കം വളരെ രഹസ്യാത്മകമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. PS പ്രശാന്തിലേക്ക് അടക്കം നീങ്ങിയത് അതും ചോദ്യം ചെയ്യൽ. അതായത് ഇപ്പോൾ വി അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി നേതൃത്വം അറിയാതെ ഇവരിലേക്ക് അന്വേഷണം എത്തില്ല. കാരണം അവർ അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തില്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, അത് ഇനി നടപടി, അതായത് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ കൂടുതൽ നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു കാരണമില്ലാതെ അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് എത്തില്ല എന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ ആ സമയത്തുള്ള ഒരു ദേവസ്വം മന്ത്രി എന്ന തരത്തിൽ കടകംപള്ളി സുരേന്ദ്രന് ഇതിൽ എത്രത്തോളം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങൾ ഒരു ദേവസ്വം മന്ത്രി ആയിക്കോട്ടെ സർക്കാരാവട്ടെ ഇടപെടുന്നില്ല എങ്കിൽ പോലും ഇത്ര വലിയൊരു കൊള്ള നടക്കുമ്പോൾ അത് മന്ത്രിയുടെ ചെവിയിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നതിൽ ഒരു യുക്തികുറവുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ആ രീതിയിലേക്ക് കടകംപള്ളിയുടെ പങ്കിലേക്ക് അടക്കം എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ SIT നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ PS പ്രശാന്ത് ഈ ഒരു കൊള്ള അല്ലെങ്കിൽ ഒരു വിവാദം പൊട്ടിപ്പുറന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത് അടക്കം ഇതിൽ കൃത്യമായ ഒരു മറുപടി അടക്കം തുടക്കം തൊട്ട് തന്നിരുന്നെങ്കിലും പിന്നീട് അന്വേഷണം വലുതാകുന്നതിനനുസരിച്ച് തന്റെ ഈ ഒരു ബോർഡ് പ്രസിഡന്റ് ആയി നിന്ന സമയത്തല്ല ഈ ഒരു കൊള്ള നടന്നത്, തനിക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല, ഇത് മുൻപ് നടന്നൊരു സംഭവമാണ്, ആ ഒരു അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുന്നു എന്നിങ്ങനെയായിരുന്നു PS പ്രശാന്തിന്റെ അടക്കം പ്രതികരണം. പക്ഷേ PS പ്രശാന്തിലേക്ക് അന്വേഷണം എത്തുന്നു, ചോദ്യം ചെയ്യൽ നടപടികൾ നടത്തുന്നു, ചോദ്യമുനയിലാണ് ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ PS പ്രശാന്തും എന്ന് പറയുമ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജ്യോതികുമാർ, ഇവിടെ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞിരുന്ന രണ്ടുപേരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവിന്റെ തരി ലഭിക്കാതെ ഇവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കില്ലല്ലോ SIT? തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇതിനെ സംബന്ധിച്ച് സർക്കാർ SIT ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദപ്പെടുത്തി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് വസ്തുതകൾ പൊതുസമൂഹത്തിനെല്ലാം ഇതിനോടകം തന്നെ ബോധ്യമുള്ളതാണ്. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ആരാണ് ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തി കൊടുത്തത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും പ്രസിഡന്റും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നുൾപ്പെടെ ഉള്ള വിഷയങ്ങൾ തുടക്കം മുതൽ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും പ്രതിയാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പങ്ക് ഗൗരവപൂർവ്വം അന്വേഷിച്ചാൽ അദ്ദേഹം പ്രതിസ്ഥാനത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം സ്വാധീനം ചെലുത്താൻ പറ്റുന്നതിനേക്കാൾ വലിയ നിലയിലാണ്. കാരണം കോടതിയുടെ അടക്കം നിരീക്ഷണമുണ്ട്. കഴിഞ്ഞ തവണത്തെ സിറ്റിംഗിൽ കോടതി ചോദിച്ചിരുന്നു എന്തുകൊണ്ട് വലിയ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത്. ഇടയ്ക്കൊരു മന്ദീഭവിച്ച കാര്യം ഇപ്പോൾ കുറച്ചുകൂടി സജീവമായതായി കരുതുന്നുണ്ടോ? നോക്കൂ, ഇവിടെ ഈ SITയിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ്. അവരെ സംബന്ധിച്ച് നിർബന്ധമായും നമ്മുടെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ആണ് അവരുടെ അന്വേഷണം നടക്കേണ്ടതെന്ന് ഹൈക്കോടതി നിരന്തരമായി അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറുഭാഗത്ത് നിന്ന് അവരുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി അഥവാ അവരെ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാർ അവരിൽ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇത് രണ്ടിലും ഇടയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് SITയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ SIT സംസ്ഥാന സർക്കാരിന്റെ, പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് കൃത്യമായി കോടതി തന്നെ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഉന്നതരിലേക്ക് പോകാത്തത്. ഇപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ മുൻ അംഗത്തെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വാർത്ത പുറത്തുവരുന്നതനുസരിച്ചാണെങ്കിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ചോദ്യം ചെയ്തുകൊണ്ടോ വിട്ടയച്ചതുകൊണ്ടോ ഇത് അവസാനിക്കില്ല. അദ്ദേഹവും പ്രതിസ്ഥാനത്തേക്ക് വരും എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇത് ദേവസ്വം ബോർഡും ദേവസ്വത്തിന്റെ ഭരണസ്ഥാനത്തേക്ക് വരുന്നവരും ഒക്കെ വിശ്വാസികളാകണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന നടപടികളാണ് CPMന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അവിശ്വാസികളെ ഇത്തരത്തിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അവർക്കത് കച്ചവട കണ്ണ് മാത്രമാണ് ഉള്ളത് എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന നടപടികളാണ് കഴിഞ്ഞ 2 ടേമിലും 3 ടേമിലും ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും മെമ്പർമാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ വലിയ നിലയിലുള്ള വിശ്വാസികളോടുള്ള വഞ്ചനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഉത്തരവാദിത്വപ്പെട്ടവർ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങി നൽകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി
സംസ്ഥാന സർക്കാരിനുണ്ട്, കോടതിക്കുണ്ട്, പോലീസിനുണ്ട്, SITക്കുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യമുനകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായക കാര്യം. സാരംഗ്, ഇനിയും ഇവരെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ്, പത്മകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൊള്ളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നും താൻ ശവന്തീനിയല്ല എന്നും മറ്റുമുള്ള മറുപടി, അത് താങ്കളാണല്ലോ ഇപ്പോൾ ഇര എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നു. പത്മകുമാറിനും ചില കാര്യങ്ങൾ പറയാനുണ്ടാകും. തന്നെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നു, താൻ മാത്രം ഇത്ര വലിയ ഒരു കൊള്ളയിൽ പങ്കാളിയാകുന്നു, മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോകുന്നില്ല. സ്വാഭാവികമായും ആ മൊഴികളും പ്രധാനമാണ്. തീർച്ചയായും. കാരണം ഈ ഒരു അന്വേഷണം ഒരു ഗൂഢാലോചനയിൽ നടന്നിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക, ഒപ്പം തന്നെ ഇതിൽ പങ്കാളികളായിട്ടുള്ള ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നൊരു വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഒരു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത്. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നടക്കം പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ട് തന്നെയായിരുന്നു പിന്നീട് ഹൈക്കോടതിയുടെ വിമർശനം വരുന്നു. അതിന്റെ തുടർച്ചയായി ഈ ഒരു ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അത് വീണ്ടും അടുത്ത തലത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെയുള്ള ആ സമയത്തെ, അതായത് PS പ്രശാന്ത്, കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു. ഇതൊരു അന്വേഷണം, അതായത് CPM-ന് ഇതൊരു പത്മവ്യൂഹം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നോക്കാം. അതായത് പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും പുറത്തു കടക്കാൻ വരുന്ന നിയമസഭാ ഇലക്ഷൻ അടക്കം വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന തരത്തിലേക്കുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. കാരണം ആരോപണ വിധേയരായിട്ടുള്ള ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുള്ള വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷവും മറ്റ് മുന്നണികളും ആരോപിച്ച ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു. ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് അടക്കം അന്വേഷണ സംഘം എത്തുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും ഈ ഒരു ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങൾ, അതായത് ഡിമണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവരെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഒപ്പം PS പ്രശാന്തിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു സമയത്ത് മാത്രം നടന്നിട്ടുള്ള ഒരു കൊള്ളയായി മാത്രം ഇത് ഒതുക്കാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഈ ഒരു സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോൾ ഈ ഒരു കട്ടിളപ്പാളിയിലെയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണം ഇത്തരത്തിൽ കൊള്ള നടത്തണമെങ്കിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ളതും അതിനുശേഷവും ഇങ്ങനെയുള്ള നീക്കങ്ങൾ പലതും നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കണം PS പ്രശാന്തിനെ അടക്കം ചോദ്യം ചെയ്തതും. മാത്രമല്ല ഈ ഒരു അന്വേഷണം ഏത് ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു എന്നൊരു കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ വിജയകുമാർ അടക്കം കസ്റ്റഡിയിലാണ്, ഇപ്പോൾ റിമാൻഡിലാണ്. ആ ഒരു കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ വിശദാംശങ്ങൾ, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ അന്വേഷണം ഉണ്ടാകുന്നുള്ള കാര്യം തീർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വിജയകുമാറിനടക്കം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനൊപ്പം ശങ്കർദാസിലേക്കും എത്തുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പടിയായി ആ സമയത്തെ ദേവസ്വം മന്ത്രിയിലേക്കും എത്തുമെന്ന കാര്യം തീർച്ചയായും. പക്ഷേ അതിനു മുൻപ് തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്നു. ഒരു മുഴം മുൻപേ ഇറങ്ങുകയാണ് അന്വേഷണ സംഘം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശദീകരിച്ച് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ നിർണായക നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം നടത്താൻ സാധ്യതയുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നിർണായകമായ നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ശനിയാഴ്ച SITയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായി. PS പ്രശാന്തും SITയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനായി. 2 പ്രധാനപ്പെട്ട ആളുകൾ കൂടി SITയുടെ റഡാറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മറ്റു വാർത്തയിലേക്ക്, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതിയുണ്ട്. അന്വേഷണ സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് SITയുടെ ആവശ്യം അംഗീകരിച്ചത്. അതേസമയം കേസിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഹൈക്കോടതിക്ക് മുന്നിലെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അംഗസംഖ്യ കൂട്ടുവാനായിട്ട്, സംഘബലം കൂട്ടുവാനായിട്ടുള്ള ഒരു അനുമതിയാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഉപഹർജിയിലാണ് ഹൈക്കോടതി ഈ അനുമതി നൽകിയിരിക്കുന്നത്. 2 ഉദ്യോഗസ്ഥരെ കൂടി, 2 CIമാരെ കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു ആവശ്യമാണ് ഹൈക്കോടതി മുൻപാകെ അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നത്. കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ അന്വേഷണം പല ദിശകളിലേക്ക് തിരിയുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ അന്വേഷണവും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടിവരുന്നു. നിലവിലുള്ള ഒരു അംഗസംഖ്യ അത് ഇത്ര വിപുലമായ ഒരു അന്വേഷണത്തിന് പര്യാപ്തമാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള
ഹർജിയാണ് ഹൈക്കോടതിക്ക് മുന്നിലുണ്ടായിരുന്നത്. ഹൈക്കോടതി ഇത് അവധിക്കാല ബെഞ്ചാണ് പരിഗണിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് ആവശ്യം അംഗീകരിക്കുകയും അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി സംഘത്തിൽ പുതുതായി ഉൾപ്പെടുത്താനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഇവരെ ആരെന്നും എന്തെന്നും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ കൂടി കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ ഇത് കേസ് പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നിശിതമായ വിമർശനം പ്രത്യേക അന്വേഷണ സംഘത്തിന് കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം അന്വേഷണം മരവിച്ച ഒരവസ്ഥയിലാണ്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നതെല്ലാം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട പല അന്വേഷണ പുരോഗതികളും ഉണ്ടായിരുന്നു. പലരെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നതടക്കം വാർത്തകളിലേക്ക് വരികയും ചെയ്തു. അതുമാത്രവുമല്ല, ഇതൊരു അന്തർ സംസ്ഥാന ബന്ധമെന്ന രീതിയിലുള്ളൊരു അനുമാനങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വസ്തുതാപരമായ റിപ്പോർട്ടുകളടക്കം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഹൈക്കോടതി വരും ദിവസങ്ങളിൽ പരിശോധിക്കും. ഇനി വരുന്ന സിറ്റിംഗ് വരുന്നത് ജനുവരി 5 വരുന്ന ഈ വിഷയം പരിഗണിക്കുമ്പോൾ അന്നായിരിക്കാം ഒരുപക്ഷെ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കുന്നത്. അന്ന് ഈ ഹൈക്കോടതിയിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ തവണയെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന സ്ഥിതിക്ക് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്ന കാര്യങ്ങളും ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങളും ഇനി ചോദ്യം ചെയ്യേണ്ടവരുടെ വിവരങ്ങളും എല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 5-ാം തീയതി ഇനി കേസ് പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ട് സംബന്ധിച്ച വിശദമായ വിവരങ്ങളും കോടതിക്ക് മുന്നിലേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ യാതൊരു ഇളവുമില്ലാതെ തന്നെ അംഗബലവും കൂട്ടിക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിൻ്റെതെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞപ്പോൾ മറ്റൊന്നും വായിക്കാതെ ഒപ്പിട്ടെന്നാണ് വിജയകുമാർ SITയെ അറിയിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുൻ ബോർഡ് അംഗം വിജയകുമാർ വീഴ്ച വരുത്തതായും ബോർഡ് നഷ്ടമുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതിയുടെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘം 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിലേക്കും ശങ്കർദാസിലേക്കും അടക്കമെത്തിയത്. അവരോട് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് വിജയകുമാർ ഈ ഒരു നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ SITയുടെ മുൻപാകെ ഹാജരാവുകയും തുടർന്ന് അറസ്റ്റിലേക്കും ഒപ്പം റിമാൻഡിലേക്ക് അടക്കം നീങ്ങിയത്. ഈ ഒരു വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഒരു മാനുവലിൽ അടക്കം തിരുത്തൽ വരുത്തി ആ ഒരു ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ കൃത്യമായി പരാമർശിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് കട്ടിളപ്പാളിയിൽ അടക്കം നടത്തിയ മാറ്റങ്ങൾ ഈ ഒരു സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെയാണ് ആ നിയമാവലി തന്നെ. അതടക്കം മാറ്റിയാണ് ഈ ഒരു സ്വർണം പുറത്തു കൊണ്ടുപോയതും ഈ തട്ടിപ്പിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഒപ്പം തന്നെ ഇതിൽ ഗൂഢാലോചനയിൽ വിജയകുമാറും ശങ്കർദാസും പങ്കാളികളായിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പത്മകുമാറിന്റെ മൊഴിയുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു കൊള്ളയിൽ സാമ്പത്തിക ലാഭം അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി ഈ ഒരു ഇതിൽ ഇടപെടൽ നടത്തി. ഒപ്പം വിജയകുമാറിന്റെ പക്ഷം എന്ന് പറയുന്നത് തനിക്കെതിരെ യാതൊരുവിധ പങ്കുമില്ല. ഒപ്പം തന്നെ പത്മകുമാറിന്റെ ഒരു രേഖകൾ, അതായത് പത്മകുമാർ സമർപ്പിക്കുന്ന രേഖകളെല്ലാം ഉടനടി ഒപ്പിട്ട് നൽകുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റവും താൻ ചെയ്തിട്ടില്ല എന്നൊരു ന്യായമായിരുന്നു അദ്ദേഹം സമർപ്പിച്ചിരുന്നത്. നാളെയാണ് 31-ാം തീയതിയാണ് ഈ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കൂടുതൽ വിവരങ്ങളടക്കം ആരാഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഒരു അറസ്റ്റ് തുടരാനുള്ള, റിമാൻഡ് കാലാവധി തുടരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഡിമണിയും ഒപ്പമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ശങ്കർദാസിലേക്ക് ഇനിയും എത്താത്തത് ഹൈക്കോടതിയുടെ വിമർശനത്തിന് ഇനിയും കാരണമാകാൻ സാധ്യതയുണ്ട്. ക്യാമറമാൻ ബിബിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. 14 ദിവസത്തെ കൂടിയാണ് റിമാൻഡ് നീട്ടിയത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നും ദൈവതുല്യനാരെന്ന ചോദ്യത്തിന് ശവം തീനികളല്ലെന്നുമായിരുന്നു പത്മകുമാറിന്റെ മറുപടി. എന്തോ വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ. അതെ, നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. ഈ കടകംപള്ളിയാണോ ദൈവതുല്യൻ? കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല.
തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കി മുന്നണികൾ. വി കെ പ്രശാന്തിന്റെ MLA ഓഫീസിനെ ചൊല്ലിയുള്ള വിവാദം വട്ടിയൂർക്കാവിന് വേണ്ടിയുള്ള മുന്നണികളുടെ പോരാട്ടമായി മാറുകയാണ്. അതേസമയം രാഷ്ട്രീയ സംഘടനകളും വ്യക്തികളും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ നഗരസഭ തുടങ്ങി. വി കെ പ്രശാന്തിന്റെ MLA ഓഫീസിൽ തുടങ്ങിയ വിവാദം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ 3 മുന്നണികളും. വി കെ പ്രശാന്ത് ആദ്യ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ ജയിച്ചു വന്നയാളാണ്. അടുത്ത തവണ അവിടെയും വി കെ പ്രശാന്ത് വീണ്ടും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ്. അതുകൊണ്ട് തന്നെ വി കെ പ്രശാന്തിനെ ലക്ഷ്യമിട്ട് തന്നെയാണ് നീക്കങ്ങൾ. ഇന്നലെ കെ ശബരിനാഥനാണ് കോൺഗ്രസിൽ നിന്ന് BJP തുടങ്ങി വെച്ച വിവാദം ഏറ്റെടുത്തത് കെ ശബരിനാഥനാണ്. പക്ഷേ കെ ശബരിനാഥൻ്റെ രംഗപ്രവേശം കെ മുരളീധരന് വേണ്ടി എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. വി കെ പ്രശാന്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അവിടെ കളം നിറയാൻ UDFും BJPയും ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിലെന്ന വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ പ്രതിരോധിക്കാനും CPM തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലയിലെ പ്രധാന നേതാക്കളായ വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ പ്രശാന്തിന് വേണ്ടി രംഗത്ത് വന്നിരുന്നു. എന്നാൽ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന ആവശ്യം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. BJP ആകട്ടെ പ്രശാന്ത് ജനപ്രതിനിധി നിലയിൽ ഉപയോഗിക്കുന്ന ഈ കെട്ടിടത്തിന് അധിക വാടക നൽകാൻ ആവശ്യപ്പെടില്ല നിലപാടാണ് BJP ഇപ്പോൾ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾ നഗരസഭയുടെ ഉടമസ്ഥ നിരവധി കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും അവരുമായി ചേർന്ന സംഘടനകളുമൊക്കെ കൈവശം വയ്ക്കുന്നുണ്ട്. അതിനെതിരെ കർശനമായ നടപടിക്കാണ് BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ നീക്കം. അത്തരം കെട്ടിടങ്ങളുടെ കണക്കെടുക്കുകയാണ് നഗരസഭ ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം കൃത്യമായ നടപടികളിലേക്ക് കുറഞ്ഞ വാടക നൽകിയും വാടക നൽകാതെയും ഒക്കെ കുറഞ്ഞ വാടകയാണെങ്കിൽ പോലും അത് നൽകാതെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരം കണക്കുകൾ ശേഖരിക്കും. അതുപോലെ തന്നെ ചെറിയ വാടകയ്ക്ക് എടുത്തിട്ട് മറിച്ച് വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ കൂടുതൽ വാടകയ്ക്ക് കരാർ മറിച്ചു നൽകുന്ന ഇടപാടുകളും നഗരസഭയിലുണ്ട് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കും പരിശോധനകൾ പോകും. ഏതായാലും അത്തരം പരിശോധനകൾ ഒരുവശം നടക്കുമ്പോൾ തന്നെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ലക്ഷ്യമിട്ട് കൂടി നീങ്ങുകയാണ് മുന്നണികൾ. ഇടതുമുന്നണിക്ക് വേണ്ടി വി കെ പ്രശാന്തും കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരനും മത്സരിക്കാനിറങ്ങുമ്പോൾ ശ്രീലേഖയെ തന്നെ ഈ വിവാദത്തിൻ്റെ തുടക്കക്കാരിയായ ശ്രീലേഖയെ തന്നെ രംഗത്തിറക്കാനാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെ വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വട്ടിയൂർക്കാവിൽ പോരാട്ടം ശക്തമായി മാറുകയാണ്. മന്ത്രി GR അനിലിന്റെ നെടുമങ്ങാട് MLA ഓഫീസ് നഗരസഭയുടെ കെട്ടിടത്തിൽ സൗജന്യമായി പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപം. BJPക്കാർ ഉൾപ്പെട്ട കൗൺസിലാണ് MLA ഓഫീസിന് കെട്ടിടം നൽകിയതെന്നും സൗജന്യമാണെങ്കിൽ തന്നെ അതിൽ അപാകത എന്തെന്നും ചെയർമാൻ ജയദേവൻ ചോദിക്കുന്നു. സൗജന്യമായി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുനിസിപ്പൽ കൗൺസിലിലെ കത്ത് വന്നു. അന്നത്തെ മുനിസിപ്പൽ കൗൺസിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഏകകണ്ഠമായി അത് കോൺഗ്രസും BJPയും LDFും എല്ലാവരും ഉള്ള കൗൺസിൽ ഏകകണ്ഠമായി ഈ ഓഫീസ് തുടങ്ങുന്നത് അനിവാര്യമാണ്. അത് തുടങ്ങണം. അതിനുള്ള സൗകര്യം മുനിസിപ്പാലിറ്റിയിലെ കടമുറികൾ നൽകി ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റി കൗൺസിൽ തീരുമാനപ്രകാരമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിലെന്തെങ്കിലും അപാകതയോ തെറ്റോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെടുമങ്ങാട് മണ്ഡലത്തിലെയും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമാണ് ആ ഓഫീസ്. ആലപ്പുഴയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. പക്ഷിപ്പനിയെ തുടർന്ന് കോഴിയിറച്ചി വിഭവങ്ങൾ നിരോധിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളും ജില്ലാ കളക്ടറുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ നീങ്ങിയത്. ശീതീകരിച്ച ഇറച്ചി ഉപയോഗിക്കാൻ പോലും അനുമതിയില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഇറച്ചി വിഭവങ്ങൾക്ക് പ്രത്യേകിച്ച് കോഴി, കാട, ഒപ്പം തന്നെ താറാവ്, അത്തരത്തിൽ പക്ഷി ഇനങ്ങൾപ്പെട്ട ഇറച്ചി വിഭവങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ജില്ലയിലുള്ളത്. ഇന്ന് ആലപ്പുഴയിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുകയാണ്. ആലപ്പുഴ നഗരത്തിലെ ഹോട്ടലുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. മാത്രമല്ല പക്ഷിപ്പനി ബാധിത മേഖലകളിൽ ഉള്ള പക്ഷികളുടെ ഇറച്ചികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശീതീകരിച്ച ഇറച്ചികൾ ഉപയോഗിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഭക്ഷ്യവിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ കേന്ദ്ര പ്രോട്ടോകോൾ പ്രകാരമാണ് പക്ഷിപ്പനി ബാധിത മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറോട് അത്തരം കാര്യങ്ങൾ അവർ അഭ്യർത്ഥന നടത്തിയതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഇത് അംഗീകരിക്കാതെ തള്ളുകയായിരുന്നു. കാരണം നിരോധനം ഏർപ്പെടുത്തിയ മേഖലകളിൽ നിരോധനം തുടർന്നേ മതിയാകൂ എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹോട്ടലുകൾ അടച്ചുള്ള പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആലപ്പുഴയിലെത്തി വിനോദസഞ്ചാരികൾ
സഞ്ചാരികളെ അത് വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം പുതുവത്സരാഘോഷങ്ങൾ ഒപ്പം ക്രിസ്മസ് തുടങ്ങി ഇങ്ങോട്ട് വലിയ തിരക്കാണ് ആഭ്യന്തര സഞ്ചാരികളുടെ ഭാഗത്ത് നിന്ന് ആലപ്പുഴയിൽ ഉണ്ടാകുന്നത്. പക്ഷേ അവർക്ക് ഇത്തരത്തിൽ റെസ്റ്റോറൻറ്റുകൾ തുറന്ന് പ്രവർത്തിക്കാത്തത് സഞ്ചാരികളെ ബാധിക്കുന്നുണ്ട്. ടൂറിസം സെക്ടറിനെ കൂടി അത് ബാധിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും അധികം കച്ചവടം നടക്കേണ്ട ഒരു സമയമാണ് ഈ ഇത്തരത്തിൽ ക്രിസ്മസ് വിപണി നടക്കുന്ന അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി ആലപ്പുഴയിൽ സഞ്ചാരികൾ എത്തുന്ന സമയം. അവിടെ ഇങ്ങനൊരു തിരിച്ചടി സംഭവിച്ചത് വലിയ രീതിയിൽ ഹോട്ടൽ ഉടമകളെയും ബാധിച്ചിട്ടുണ്ട്. ചെറുകിട വിൽപ്പനക്കാരെ, അതായത് ഹോട്ടൽ ഉടമകൾക്കും അല്ലെങ്കിൽ താറാവ് കർഷകർക്കും അപ്പുറം ചെറുകിട വിപണി നടത്തുന്ന അല്ലെങ്കിൽ ചെറുകിട കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെ ഇത് വലിയ തോതിൽ ബാധിച്ചു എന്ന് തന്നെ പറയാം. കാരണം അവർക്ക് ഈ നേരത്തെ തന്നെ താറാവിനെ ഇറക്കിയ ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. ആളുകൾ ഭീതി മൂലം ഇത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. പുറത്തുനിന്ന് കൊണ്ടുവന്ന താറാവുകളായിട്ട് പോലും വാങ്ങാൻ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ചെറുകിട കച്ചവടക്കാർ പറയുന്നു. ഒരു 3-4 വർഷമായിട്ട് ഈ ക്രിസ്മസ് വരുന്ന സമയത്താണ് ഈ പക്ഷിപ്പനി എന്ന് പറഞ്ഞ് കൺഫേം ചെയ്ത് വരുന്നത്. അപ്പോൾ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മളത് പ്രതീക്ഷിച്ച് ക്രിസ്മസ് പ്രമാണിച്ചാണ് നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി താറാവിനെ ഇറക്കുന്നത്. ആ ഇറക്കി വരുമ്പം അതിൻ്റെ തലേദിവസം തൊട്ട് പറയും പക്ഷിപ്പനിയാണ്. പിന്നെ ആൾക്കാർക്ക് പേടി. ഇപ്പോൾ ആൾക്കാർ വിശ്വസിക്കാതായെന്ന് വേണം പറയാൻ. ഇത് സ്ഥിരം ഇങ്ങനൊരു അഭ്യാസമാണ് കാണിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ പോലും പലർക്കും പേടിയുണ്ട്. പിന്നെ ഹെൽത്തിൽ നിന്ന് പറയുന്നുണ്ട്, നല്ലോണം വേവിച്ച് കഴിക്കാനും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇറക്കിയ താറാവ് വീണ്ടും മിച്ചം കിടപ്പുണ്ട്. അതേസമയം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പറയുന്നത് ശീതീകരിച്ച ഇറച്ചി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ശീതീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ പക്ഷിപ്പനിയുടെ അണുക്കൾ ഇല്ലാതാകുന്നില്ല എന്നുള്ളത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഉദ്യോഗസ്ഥർ തന്നെ ഇതിൻ്റെ എക്സ്പെർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം 70 ഡിഗ്രിക്ക് മുകളിൽ ചൂടാക്കിയ അല്ലെങ്കിൽ വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതുണ്ടാവില്ല എന്നുള്ള വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ട്. സൈബീരിയൻ മേഖലകളിൽ നിന്ന് എത്തിയ പക്ഷികളിൽ നിന്നാണ് ഇത്തരത്തിൽ ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ മുട്ട ഉൾപ്പെടെയുള്ള അവ ഉപയോഗിക്കുമ്പോൾ അത് പൂർണ്ണമായി പുഴുങ്ങി ഉള്ള മുട്ടകളൊക്കെ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശവും ഉണ്ടാകുന്നുണ്ട്. മറ്റ് പാതി വേവിച്ച മുട്ടകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ പാടില്ല, ഇറച്ചി ഉപയോഗിക്കാൻ പാടില്ല. 70 ഡിഗ്രിക്ക് മുകളിലേക്ക് വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ പോലും ഇത് കൈകാര്യം ചെയ്യുന്ന ഈ പക്ഷികളെ കൊല്ലുകയോ അല്ലെങ്കിൽ അതിനെ ഈ പാകം ചെയ്യുന്നതിനായി തയ്യാറെടുക്കുന്ന ഘട്ടത്തിലും ഈ രോഗബാധയുടെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ശീതീകരിച്ച കോഴി ഇറച്ചിക്കുള്ളിൽ വൈറസ് ഒരിക്കലും നിർവീര്യമാകുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും പൂർണ്ണമായും വേവിക്കാതെ ഇറച്ചി ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ 70 ഡിഗ്രിക്ക് മേലെ പാചകം ചെയ്യുന്ന ചൂടാക്കുന്ന അല്ലെങ്കിൽ വേവിക്കുന്ന ഇറച്ചിയിൽ ഒരു കാരണവശാലും വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അത്തരത്തിൽ പാകം ചെയ്ത ഇറച്ചിയും മുട്ടയും ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി ആലപ്പുഴ നഗരം നല്ല പ്രത്യേകിച്ച് വലിയ സഞ്ചാരികളുടെ ഒഴുക്കോടുകൂടി വലിയ പ്രതീക്ഷയായിരുന്നു കച്ചവടക്കാർക്കുൾപ്പെടെ ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ തിരിച്ചടിയായിട്ട് പക്ഷിപ്പനി ആലപ്പുഴയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 31 വരെയാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ ഇടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് സംശയം തോന്നിയ മേഖലകളിൽ നിന്ന് സാമ്പിളുകൾ ഭോപ്പാലിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യുമോ എന്നുള്ള ഭീതിയും നിലനിൽക്കുന്നു. അതേസമയം തന്നെ ഈ ഹോട്ടൽ ഉടമകളുടെ ഭാഗത്തുനിന്ന് 1500ഓളം ഹോട്ടലുകൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ആലപ്പുഴയിൽ തുടരുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കൊച്ചി ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. 12ഓളം കടകൾ കത്തി നശിച്ചു. ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീ പിടിച്ചത്. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. തീ പടർന്നത് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് സംശയം. പുലർച്ചയോടുകൂടിയാണ് ബ്രോഡ്വേയിൽ ഈ ഭാഗത്ത് ശ്രീധർ തിയേറ്ററോട് ചേർന്നുള്ള ഈ ഭാഗത്ത് കൂടുതലും ഫാൻസി സ്റ്റോഴ്സുകളുടെ ഭാഗത്ത് തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലും താഴെയുമായി പ്രവർത്തിക്കുന്ന കടകൾക്കാണ് കൂടുതലും നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഈ ഭാഗത്തുണ്ടായിരുന്ന 2 കടകൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ കത്തി നശിച്ചു. ഉത്സവ സീസണായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ സ്റ്റോക്കും കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ നഷ്ടം വലുതാണ്. വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് തീ പടർന്നത് അല്ലെങ്കിൽ തീ പിടിച്ചതെന്ന സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് പോലീസും അഗ്നിരക്ഷാസേനയും അറിയിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് പൊതുവിൽ വേസ്റ്റ് ഇതിന്റെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റു മാലിന്യങ്ങളും കൂട്ടിയിടുന്ന ഒരു പതിവ് ചിലപ്പോഴെങ്കിലും അത് തീ കത്തിക്കുന്ന രീതിയെല്ലാം ഉണ്ടായതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെയും ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നതാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ ഇക്കാര്യത്തിൽ വേണമെന്നതാണ് അവരുടെ
നിലപാട്. ബ്രോഡ്വേ ഭാഗത്ത് തീപിടുത്തമുണ്ടാകുന്നത് ഇതിനു മുൻപും പല തവണയും തന്നെ ബ്രോഡ്വേ കേന്ദ്രീകരിച്ചുകൊണ്ട് പലപ്പോഴും തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലേക്ക് അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ മറ്റു രീതികളിലേക്ക് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാത്രം ഇത് ഒതുങ്ങി നിന്നു എന്നത് മാത്രമാണ് ഭാഗ്യവും. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഫയർഫോഴ്സിന്റെ കഠിന പരിശ്രമവും എല്ലാം കൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് അവസാനിക്കുന്നത്. ഇപ്പോൾ വസ്തുക്കൾ കത്തി നശിച്ച ഒരു നാശനഷ്ടങ്ങൾ മാത്രമാണ് അതിൽ ഉള്ളത്. കൂടുതലായും തന്നെ ഇതിന് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്നതിന്റെ എല്ലാം തന്നെ വിശദമായ രീതിയിലുള്ള പരിശോധനകൾ എല്ലാം തന്നെ വേണ്ടിവരും. നമുക്ക് കാണാം ഈ കടകൾ ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുമസിന്റേതായ വലിയ തിരക്കും വിപണിയിൽ വലിയ രീതിയിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത ഒരിടവും എല്ലാമായിരുന്നു സ്ഥലമാണ് ഈ രീതിയിലേക്ക് പൂർണ്ണമായും കത്തിനശിച്ച രീതിയിലേക്ക് മുകളിലും താഴെയുമുള്ള 2 കടകളുള്ളത്. ഒപ്പം തന്നെ 12ഓളം കടകളിലേക്ക് കൂടി ആ തീ പടർന്നിരുന്നു. പക്ഷെ അത് വലിയ രീതിയിലേക്ക് ആകുന്നതിന് മുൻപ് തന്നെ സമീപത്തു നിന്ന് അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയും തീപിടുത്തം അത് പൂർണ്ണമായും തന്നെ അണയ്ക്കാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം 8ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഇവിടെ എത്തിയാണ് ആ തീ അണയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ അപകടത്തിലേക്ക് നീങ്ങാവുന്ന ഒരു വലിയ സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കഠിനമായ ഒരു ശ്രമം കൊണ്ട് തന്നെയാണ് മറ്റിടങ്ങളിലേക്ക് ആ തീ പടരാതിരുന്നത് എന്ന് തന്നെ പറയാം. ചുറ്റുപാടും പുറത്തേക്ക് നീങ്ങുമ്പോൾ ബ്രോഡ്വേ പരിസരങ്ങളെല്ലാം തന്നെ ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പോകുന്നതാണ്. ഇടതിങ്ങിയുള്ള കടകളും മറ്റുമാണ് കൂടുതലുള്ളത്. മറ്റൊരു അപകടം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് സാധനങ്ങളെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പരിസരമാണ്. നമുക്ക് കാണാം ഇവിടേക്ക് ഈ പഞ്ഞിയും അതുപോലുള്ള ഈ അസംസ്കൃത വസ്തുക്കളും പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്. വീടലങ്കാരവും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊപ്പം തന്നെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ പ്ലാസ്റ്റിക് അധിഷ്ഠിതമായും എളുപ്പം തീപിടിക്കാൻ സാധ്യതയുള്ളതുമായ നിരവധിയായ വസ്തുക്കളും എല്ലാം തന്നെ സൂക്ഷിക്കുന്നൊരിടം കൂടിയാണ്. അതുകൊണ്ടാണ് അതിന്റെ ഒരു അപകട വ്യാപ്തി വളരെ പെട്ടെന്ന് തന്നെ അത് കൂടുകയും ചെയ്തത്. അതിലും വലിയ ഒരു അപകടത്തിന്റെ ഒരു മുനമ്പിൽ നിന്ന് ഏതാണ്ട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിരുന്നത്. അതുള്ളതാണോ? ആണോ? ഇതൊരു വലിയ പേടി തോന്നിയിരുന്നില്ലേ വാർത്ത കേൾക്കുമ്പോൾ? വാർത്ത കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭീകരാന്തരീക്ഷമല്ലേ. 10-11ഓളം ഫയർഫോഴ്സ് വന്നു. അവരുടെ നല്ല ഇടപെടൽ കൊണ്ട് ഒരുപാട് ഇതിനകത്ത് 500-ഓളം കടകളുള്ളതാണ്. 12ഓളം കട ഇപ്പം നശിച്ചു. പൂർണ്ണമായിട്ടും 2-3 കട കത്തി പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ഒരു ഇടപെടലാണ് കൂടുതൽ. അതെ 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 അതെ. അതിൽ അസമയമല്ലേ 12 മണി കഴിഞ്ഞെന്ന് പറയുമ്പം ഇന്നൊക്കെ ശരിക്കും കച്ചവടം നടക്കേണ്ട സമയമാണ്. ഒരുപാട് സ്റ്റോക്ക് കയറ്റിയിട്ടുണ്ട് കച്ചവടം, ഒക്കെ നശിച്ചു പോയി. 12ഓളം കട പോയി. 500ഓളം കടയുണ്ട് ഇതിനകത്ത്. സാധനങ്ങൾ പുറത്തും സ്റ്റോക്ക് ചെയ്യാറ്? അതെ അതെ, പുറത്തും ഉള്ള സ്ഥലങ്ങളിൽ സ്റ്റോക്ക് വയ്ക്കാറുണ്ട്. ആയാലും അദ്ദേഹം മറ്റൊരു കടയുടമയാണ്. വലിയ രീതിയിലുള്ളൊരു പേടി ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ തുടക്കത്തിലുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്, ഏത് രീതിയിലാണ്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്നതെല്ലാം തന്നെ ഒരു ആശങ്ക എല്ലാവരിലും തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാത്രം, അതിൽ ചെറിയ കടകളിലേക്ക് മാത്രം ഒതുക്കി നിർത്തുന്നതിൽ ഈ അഗ്നിരക്ഷാസേനയുടെ ഇടപെടൽ വലിയ രീതിയിൽ സഹായിച്ചു എന്ന് തന്നെയാണ്. ഇനി കൂടുതൽ പരിശോധനകൾ ഇവിടേക്ക് നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസും അഗ്നിരക്ഷാസേനയുമാണ് കൂടുതൽ വിശദീകരണം നൽകേണ്ടത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ തീപിടുത്തത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. മേത്തർ ബസാറിൽ സബ് കളക്ടർ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. അവർക്ക് വേണ്ട നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അവർ പാലിച്ചില്ലെന്നും തീപിടുത്തമുണ്ടായത് എങ്ങനെ എന്നതിൽ വ്യക്തത ഇല്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. മിഡ്നൈറ്റ് 1:30 ഇൻഫർമേഷൻ കിട്ടിയത്. അത് പ്രകാരം ഒരു 8 ഫയർ ടെൻഡേഴ്സ് ഇവിടെ വന്നിരുന്നു. ഒരു 2:30-3 o'clock വരെ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ടീം ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ ഏബിൾ ടു സക്സസ്ഫുള്ളി കൺട്രോൾ ദ ഫയർ. പേഴ്സൺക്കൊന്നും ആയിട്ടില്ല, പക്ഷേ കുറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. So we'll have a meeting today and ഇന്ന നാളേലി ആൻഡ് വാട്ട് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. മാത്തേർ ബസാറിൽ ഇങ്ങനെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ടീം പോയിട്ട് പരിശോധിച്ചിരുന്നു. സബ് കളക്ടർ ആൻഡ് കോർപ്പറേഷൻ ഒഫീഷ്യൽസ്, പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ കമ്പൈൻഡ് ആയിട്ട് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി കുറെ സജഷൻസ് അവർക്ക് പറഞ്ഞിരുന്നു. പക്ഷേ അവർ പാലിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ DDMA ആക്ട് 33 പ്രകാരം നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തു കോർപ്പറേഷൻ സെക്രട്ടറിനെ ദ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കടകൾക്കെതിരെ മേത്തർ സ്ട്രീറ്റിൽ.
സോ വി വിൽ സി വാട്ട് ഒരു ജോയിന്റ് ടീം വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് വാട്ട് പ്രിവെന്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റും അത് നമുക്ക്. ഫയർഫോഴ്സിന്റെ സമയോചിതമായ പ്രവർത്തനമാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കിയെന്ന് മേയർ വി കെ വിനിമോൾ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 1:30 മണിയോടുകൂടിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഞാനപ്പോൾ തന്നെ ഡെപ്യൂട്ടി മേയർ ദീപക് എന്നെ വിളിച്ച് പറയുകയായിരുന്നു. ദീപകിനോട് പറഞ്ഞു ഉടനെ തന്നെ സ്പോട്ടിലോട്ട് വരാൻ പറഞ്ഞു. ദീപക് ഇവിടെ രാവിലെ 4 മണി വരെ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറേയും ആ സമയത്ത് തന്നെ വിളിച്ചിരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് 8 യൂണിറ്റ് ഫയർഫോഴ്സ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അപകടങ്ങളിലേക്ക് പോവാതെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കൂട്ടിയിരിക്കുന്ന വേസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആക്ഷേപം പറഞ്ഞു. പക്ഷേ കത്ത് പിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. കത്ത് പിടിച്ചത് ഇത്രയും ഈ അപകടം ഇത്രയായിട്ട് കുറഞ്ഞത് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഒരുപാട് ഈ ക്രിസ്മസ് സീസണായിരുന്നു, ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണിത്. അവർക്കൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, ആർക്കും ആളഭയമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നിയന്ത്രിക്കാൻ സാധിച്ചത് നമുക്കൊക്കെ കിട്ടുന്നൊരു വാണിംഗ് ആണ്. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിച്ച് ചെയ്യേണ്ടിയിരിക്കും. വ്യാപാരികളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ ഇനിയും ഇത്തരം അഗ്നിബാധകൾ ഉണ്ടാകുന്നത് തടയാൻ കഴിയൂ എന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നഗരസഭയ്ക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ എന്നതിനതീതമായി വ്യാപാരികളുടെ സഹകരണത്തോടു കൂടി മാത്രമേ ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ തിരക്ക് ഉള്ള മേത്തർ ബസാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള കച്ചവടം നടക്കുന്ന സമയമാണ്. അവിടെ 10,000-കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒഴുകി വരികയാണ്. അവിടെ ഒരു അപകടം ഉണ്ടായാൽ ഈ ആളുകൾക്കുള്ള ഒരു എക്സിറ്റ് പ്ലാൻ അടക്കം നമ്മൾക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളതാണ്. മറ്റു വാർത്തയിലേക്ക്. സേവ് ബോക്സ് തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണത്തിന് ED. നടൻ ജയസൂര്യയ്ക്ക് പണം ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്നാണ് EDയുടെ നിഗമനം. ഇതോടെ ജയസൂര്യയുടെ മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യും. എന്നാൽ പരസ്യചിത്രത്തിന്റെ കരാർ പ്രകാരം അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും തനിക്ക് കമ്പനിയുമായി ബന്ധമില്ലെന്നുമാണ് ജയസൂര്യയുടെ മൊഴി. സേവ് ബോക്സ് ആപ്പ് എന്ന നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമായും തന്നെ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് തന്നെ കൂടുതൽ നിക്ഷേപങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം EDക്ക് ബലപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണവും വരും ദിവസങ്ങളിലേക്ക് നീങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത നടൻ ജയസൂര്യയെ മൊഴിയുടെ വിശദാംശങ്ങളടക്കം പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാൻ തന്നെയാണ് ED തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ജയസൂര്യ മൊഴിയായി നൽകിയിരിക്കുന്ന ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് തനിക്ക് ഇവരുമായിട്ട് മറ്റൊരു ഇടപാടുമില്ല, തനിക്ക് ഇതിൽ ഓഹരിയോ അല്ലെങ്കിൽ അവർ തനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഓഹരി പങ്കാളിത്തമോ വാഗ്ദാനം ചെയ്തിട്ടില്ല. ഒരു അഭിനേതാവെന്ന നിലയിൽ മാത്രമാണ് അവർ ഇടപെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വ്യക്തമായ കരാറുണ്ടായിരുന്നു. അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് താൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അഭിനയിക്കുകയും ചെയ്തത്. അതിനപ്പുറത്തേക്ക് മറ്റു ബന്ധങ്ങളൊന്നും തന്നെ തനിക്ക് ഇവരുമായി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ മുഴുവൻ പ്രതിഫലവും തനിക്ക് നൽകിയിട്ടില്ല എന്നതുകൂടി ജയസൂര്യ പറയുകയുണ്ടായിരുന്നു. ജയസൂര്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നതും കൂടുതൽ അത്തരം കാര്യങ്ങൾ ഇടപെടൽ നടത്തുന്നതായ ഭാര്യ സരിത ജയസൂര്യയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ജയസൂര്യക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി ED പരിശോധിക്കുകയാണ്. ജയസൂര്യ 2ാം വട്ടമാണ് വിളിച്ചു വരുത്തിയത്, ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയത്. ഇതിൽ ഇനിയിപ്പോൾ ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ജയസൂര്യയ്ക്ക് കൈമാറിയിട്ടുള്ളത്, ഇനി എന്ത് വാഗ്ദാനമാണ് അവർ നൽകിയിട്ടുള്ളത് എന്നതടക്കമുള്ള കരാറിൻ്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സേവ് ബോക്സ് ആപ്പ് അവർ ഏത് രീതിയിൽ സമാഹരിച്ച പണമാണ് എന്നതുകൂടി പരിശോധിക്കും. കാരണം നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി അവർ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന കേസ് നിലവിൽ തന്നെ അവർക്കെതിരെയുണ്ട്. 2022-23 ഇവർക്കെതിരെ ഇതിൻ്റെ ഉടമയായ സ്വാദിഖ് റഹീമിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ എങ്ങനെയുള്ള പണം കൈമാറിയിട്ടുണ്ട് എന്നതുകൂടി പരിശോധിക്കും. നിയമവിരുദ്ധമായ പണമാണെങ്കിൽ, ഈ രീതിയിൽ തട്ടിയെടുക്കപ്പെട്ട പണമാണെങ്കിൽ അത് ഇതിൻ്റെ ഈ തട്ടിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയായിരിക്കും
ED പരിഗണിക്കുക. അങ്ങനെയെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള തുടർ നടപടികളും ഒരുപക്ഷെ ജയസൂര്യക്കെതിരെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ED പരിശോധിക്കുകയാണ്. ഇത് ഈ നിക്ഷേപ തട്ടിപ്പാപ്പിൽ എങ്ങനെയാണ് നടന്മാരുൾപ്പെടെയുള്ളവർ പലരും തന്നെ ഇതിൽ പല പരിപാടികളിലും വന്നിട്ടുണ്ട്. അവരുമായിട്ട് ഏത് രീതിയിലുള്ള ഇടപെടലായിരുന്നു, മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ട്, ഇതിൽ ഹവാല ഇടപാടുകളടക്കം ED സംശയിക്കുന്നുണ്ട്, കള്ളപ്പണമടക്കം ഇതിൽ ഉപയോഗപ്പെടുത്തിയെന്നൊരു സംശയവും EDക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ED കേസ് വീണ്ടും അന്വേഷിക്കുന്നത്. ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ചതിൽ നിന്ന് പിന്നീട് ED കേസ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാനങ്ങൾ മാറുകയാണ്. പ്രത്യേകിച്ച് കള്ളപ്പണവും ഇടപാടും അടക്കമുള്ള ഒരു സംശയങ്ങൾ EDക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ സേവ് ബോക്സ് ആപ്പിനെതിരെയുള്ള കേസിൽ EDയുടെ നീക്കങ്ങൾ. ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാൽ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന 19 പേരായിരുന്നു കേസിലെ പ്രതികൾ. 2012 ജൂലൈ 17 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നവാഗതർക്ക് ABVP പ്രവർത്തകർ സ്വീകരണമൊരുക്കിയ ചടങ്ങിടെയായിരുന്നു കൊലപാതകം. കൊലപാതകം നടന്ന് 13 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ നിർണായകമായ വിധി വരുന്നത്. വിധി നിരാശാജനകമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് വിശാൽ എന്ന ABVP പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട കേസിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള മാവേലിക്കര കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജിയാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികളെയാണ് വെറുതെ വിട്ടുള്ളത്. ഈ കേസിൽ 20 പേർക്കെതിരെയായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നു. ക്രിസ്ത്യൻ കോളേജിൽ നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ABVP ഒരുക്കിയ പരിപാടിക്ക് മുന്നിലേക്ക് ആണ് ഇത്തരത്തിൽ ആയുധങ്ങളുമായി എത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വിശാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. അന്ന് കോളേജിൽ എത്തിയ വിശാലിന് കുത്തേൽക്കുകയായിരുന്നു. വിശാലിനൊപ്പം തന്നെ 2 സുഹൃത്തുക്കൾക്കും ആ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വിശാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും രാത്രിയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി വിശാൽ തന്നെ കുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നുള്ള വിശദാംശം സുഹൃത്തിനോട് പങ്കുവച്ചിരുന്നു. ഈ സുഹൃത്തിന്റെ മൊഴി ഉൾപ്പെടെ കോടതിയിൽ ആ സുഹൃത്ത് ഉൾപ്പെടെ 50 സാക്ഷികളാണ് കോടതിയിൽ മൊഴി നൽകിയത്. 205 രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് വീണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം നൽകുകയും ചെയ്തു. ഈ കേസിലാണ് ഇപ്പോൾ പ്രതികൾക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നത്. വിശാൽ കൊല്ലപ്പെട്ട കേസിൽ ABVP പ്രവർത്തകനായ വിശാൽ കൊല്ലപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 20 പേരെയും വെറുതെ വിട്ടുകൊണ്ടാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,485, പവന് 99,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,365, പവന് 82,920. വെള്ളി ഗ്രാമിന് 245, കിലോയ്ക്ക് 2,45,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോർട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചെയ്യും.